ഇന്നിതാ ഞാൻ ലൈവിൽ വന്നിരിക്കുന്നു. ഇത് 14-ാമത്തെ ദിവസമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ മനസ്സിലാക്കി വെച്ച ഏറ്റവും വലിയ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് രോഗങ്ങളില്ലാതിരിക്കുക. പിന്നെ നമുക്ക് ശത്രുക്കളില്ലാതിരിക്കുക. പിന്നെന്താ, ഒന്നുകൂടി ഉണ്ടല്ലോ. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷമായി എന്നാണ് പറയുന്നത്. നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം ഈ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ പോകുന്നു. അതുമാതിരി തന്നെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ പോകുന്നു. അപ്പോൾ ആരോഗ്യം, ശത്രു ഇല്ലാതിരിക്കുക. പിന്നെ എന്തോ ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ നമ്മുടെ ദുഃഖത്തിന് വലിയ കാരണമാകും. ഞാൻ ഇന്നലെ കുറച്ചൊക്കെ ദുഃഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ രസകരമായ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ദിവസത്തെ പറ്റിയല്ല. ഒരു 10-30 വർഷം പഴക്കമുള്ള എൻ്റെ ഒരു അനുഭവത്തെ പറ്റി. മനസ്സിലായോ? ഇന്ന് ഞാൻ അതാണ് ഈ വീഡിയോയിൽ, ഈ ലൈവിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയമാണ്. ഞാനിതാ 30 വർഷത്തെ പിന്നിലേക്ക് പോകുന്നു. ഒരു കഥ പോലെ, അല്ലെങ്കിൽ എൻ്റെ തനതായ ഒരു ശൈലിയിൽ ഞാൻ ഇതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആരെയും അനുകരിക്കുന്നില്ല. ആരുടെയും ആശയത്തെയോ അല്ലെങ്കിൽ ശൈലിയെയോ ഞാൻ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ പറയുകയാണ്. എൻ്റെ ഒരു ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു സത്യത്തെ സത്യമായി അതുപോലെ അതുതന്നെയായി ഞാൻ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം നടന്നിട്ട്. ഇതിൽ സെക്സ് ഒന്നുമില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിൽ ആരെയും കുറ്റം പറയുന്ന വിഷയമില്ല. ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഞാൻ വിശദീകരിക്കുന്നത്. എനിക്ക് വയസ്സ് 27, ഏകദേശം 27-28 ആയിരിക്കാം എന്ന് കരുതാം. അതാണ് എൻ്റെ അന്നത്തെ വയസ്സ്. ഞാനിങ്ങനെ ധാരാളം വനയാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഷോളയാർ പെരുങ്കാട്ടിൽ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് ഒമിനി ഉണ്ടായിരുന്നു. ആ ഒമിനിയുമായി ഞാൻ പെരുങ്കാട്ടിൽ പോയി. അതിൻ്റെ ഉള്ളിലേക്ക് കഴിയാവുന്നത്ര ഇന്നത്തെ അത്ര നിയമങ്ങളൊന്നും മനസ്സിലായോ? 30-35 വർഷമായില്ലേ. ഉള്ളിലേക്കൊക്കെ പോയി ആ ചീടുകളും അല്ലെങ്കിൽ കാടിൻ്റെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്ന സ്ഥലത്ത് കുറേ നേരം ഇരിക്കുക, അതിൽ ലയിച്ചിരിക്കുക, അവിടെ ധ്യാനിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുക. അതൊക്കെ എൻ്റെ സന്തോഷങ്ങളായിരുന്നു. അന്നത്തെ എൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ പല വനത്തിലേക്കും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആശ്രമങ്ങൾ കുറേ സന്ദർശിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അനാഥശാലകൾ, അനാഥ മന്ദിരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല യാത്രകളും ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെമ്മിണി ഡാം എന്ന് പറയുന്ന ഡാമിലേക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ചെമ്മിണി ഡാമിലേക്ക്. ഞാൻ ചെങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ താമസിച്ചിരുന്നത്. അപ്പോൾ ആ 30 കിലോമീറ്റർ ദൂരത്തേക്ക് ഞാൻ അന്ന് എനിക്കൊരു സ്കൂട്ടറും ഒമിനിയും ഒക്കെ ഉണ്ട്. 2 വാഹനമുണ്ട്, സ്കൂട്ടറുമുണ്ട്, ഒമിനിയുമുണ്ട്. അപ്പം ഞാൻ ബുള്ളറ്റില്ല എന്ന് തോന്നുന്നു, ബുള്ളറ്റില്ല, സ്കൂട്ടറാണ്. ഞാൻ എൻ്റെ സ്കൂട്ടറും എടുത്ത് ചെമ്മിണി ഡാമിലേക്ക് ചെന്നു. എനിക്ക് തോന്നി, ഇതിൻ്റെ അറ്റത്ത് കാണുന്ന ആ പർവ്വതമുണ്ടല്ലോ, ആ മലയുണ്ടല്ലോ, ആ മേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന ആ മലയുടെ അടിവാരം വരെ എത്തണമെന്ന് തോന്നി. അതായിരുന്നു എൻ്റെ ലക്ഷ്യം, ആ മലയുടെ അടിവാരം വരെ എത്തുക എന്നുള്ളത്. ഞാൻ അങ്ങനെ എനിക്ക് വേറെ ഒരു ബുദ്ധിയും തോന്നി. സാധാരണ മനുഷ്യനെ പോലെയല്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അവധൂതനെ പോലെ, സമൂഹത്തേക്ക് ഉപേക്ഷിച്ച്, മനുഷ്യനെ ഉപേക്ഷിച്ച്, അതും പോരാ, എനിക്ക് തോന്നി വസ്ത്രവും ഉപേക്ഷിക്കണം, എന്നിട്ട് വേണം കാട്ടിലൂടെ നടക്കാൻ. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു തനിമയാർന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ.
തനിമയാർന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് നമ്മൾ വസ്ത്രവും കൂടെ ഉപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ എൻ്റെ വസ്ത്രവും കൂടെ ഉപേക്ഷിച്ച് വനത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചു. വലിയ സാഹസമാണത്. ഈ മനുഷ്യന് നഗ്നനാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം കഴിയുന്ന കാര്യമല്ല. നമ്മൾ ബെഡ്റൂമിലൊക്കെ സെക്സ് ചെയ്യുമ്പോൾ മനുഷ്യൻ നഗ്നനാകും, അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ നമ്മൾ നഗ്നനാകും, കാമുകിയുടെ മുന്നിൽ നമ്മൾ നഗ്നനാകും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്ന സ്ത്രീയുടെ മുന്നിൽ നമ്മൾ നഗ്നനാകും. പക്ഷേ നമുക്ക് മനുഷ്യരുടെ മുന്നിൽ നഗ്നനാകാൻ ആർക്കാണ് കഴിയുക? ഒരു ഭ്രാന്തന് പോലും കഴിയുന്നില്ല. ഒരു ഭ്രാന്തൻ പോലും അവൻ വസ്ത്രം ധരിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ ശരി? ആരെങ്കിലും വസ്ത്രമില്ലാതെ റോട്ടിലൂടെ ഓടുന്നുണ്ടോ, നടക്കുന്നുണ്ടോ? ആരുമില്ല. പോലീസ് പിടിക്കുമെന്ന് കരുതിയിട്ട് മാത്രമല്ല, അവൻ അതിന് കഴിയില്ല. അത്രയും ഒരു നാണം കെട്ട ഏർപ്പാടാണ് വസ്ത്രമില്ലാതാവുക എന്ന് പറഞ്ഞാൽ, പൂർണ്ണ വസ്ത്രമില്ലാതാവുക എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു തീരുമാനമെടുത്തു. വനത്തിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യരൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ, ആരും കാണില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. നല്ല ഉൾവനമായി എന്ന് കണ്ടപ്പോൾ, ചെമണി ഡാമിൻ്റെ ഉൾവനമായി എന്ന് കണ്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു? അവിടെ മനുഷ്യരുണ്ടാകില്ലെന്ന് 100% ഉറപ്പ് വന്നപ്പോൾ, മനുഷ്യരെ കാണില്ലെന്ന് 100% ഉറപ്പ് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു? എൻ്റെ വസ്ത്രങ്ങൾ അവിടെ ഒരു പാറപ്പുറത്ത് വെച്ചു. അതിന് തെളിവായി ഞാൻ കണ്ടെത്തിയത് ഒരു ചക്കയുണ്ടായി നിൽക്കുന്ന പ്ലാവുണ്ട്, വലിയൊരു തേനീച്ചക്കൂടുണ്ട്, സൈഡിൽ അരുവി ഒഴുകുന്നുണ്ട്. അങ്ങനെ തെളിവുകളൊക്കെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇത് കെട്ടണ്ടേ, വസ്ത്രം കെട്ടണ്ടേ എന്നതിന് വേണ്ടി അവിടെ അത് സൂക്ഷിച്ചു. എൻ്റെ വസ്ത്രം ഊരി വെച്ചു. അന്ന് ഞാൻ ധരിച്ചിരുന്നത് ഷർട്ട് വാൻ ഹുസൈൻ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു വലിയ കമ്പനിക്കാരുടെ ഷർട്ടായിരുന്നു. അന്ന് ആ ഷർട്ടിന് 600 രൂപയിൽ കൂടുതൽ വിലയുണ്ട്. 30-35 വർഷം മുൻപ് 600 രൂപയിൽ കൂടുതൽ വിലയുള്ള വാൻ ഹുസൈൻ ഓഫ് ഇംഗ്ലണ്ട്, ലൂയി ഫിലിപ്പ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ അന്നും ഇന്നും പ്രശസ്തമാണ്. വലിയ വലിയ ആളുകളൊക്കെ ധരിക്കുന്നത് ലൂയി ഫിലിപ്പിൻ്റെയും വാൻ ഹുസൈൻ്റെയും ഒക്കെ ഷർട്ടുകളാണ്. പിന്നെ സീറോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ സാധാരണ ഷർട്ടാണ്. അന്ന് റെഡിമെയ്ഡ് ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാശുള്ളവർ ധരിക്കുന്ന ഷർട്ടാണ്. നമ്മളൊക്കെ സാധാരണ ധരിക്കുന്നത് തയ്ച്ചിടുന്ന തുണിക്കടയിൽ പോയി തുണിയെടുക്കും, ആ തുണി മീറ്ററിന് മേടിച്ച് തയ്പ്പിക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഷർട്ടും എൻ്റെ ഒരു പാൻറ്റും എൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോലും അതിൽ കുറച്ച് രൂപയും 500 രൂപയേക്കാൾ താഴെ രൂപയുമുണ്ട്. എൻ്റെ വാച്ചും. അപ്പം എൻ്റെ വാച്ച്, ഷർട്ട്, ഷഡ്ഡി, പിന്നെ പാൻറ്റ്, ഇങ്ങനെ എല്ലാം എൻ്റെ ശരീരത്തിൽ പിന്നെ ഒന്നുമില്ല. ഞാനന്ന് മോതിരം ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെയ്യൻ ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്വർണ്ണം അവിടെ ഊരി വെച്ചില്ല. ചെയ്യൻ എനിക്കന്ന് ചെയ്യൻ ഉണ്ടെങ്കിലും ചെയ്യനില്ലാതെയാണ് ഞാൻ മല കയറാൻ പോയത് എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല ചെയ്യനുണ്ടോ ഇല്ലേ എന്നുള്ളത്. അന്ന് എനിക്കൊരു 3.25 പവൻ്റെ ചെയ്യനുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഓർമ്മ വരുന്നില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൂർണ്ണ നഗ്നനായി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യനോ മോതിരോ വാച്ചോ ഷഡ്ഡിയോ ബനിയനോ ഒന്നുമില്ലാതെയാണ് ഞാൻ നടക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ആ നടക്കാൻ തീരുമാനിച്ചത് എന്നെ സന്തോഷത്തോടെ ഞാനിങ്ങനെ നഗ്നനായി വനത്തിലൂടെ നടക്കാനുള്ള തീരുമാനം. അങ്ങനെ ഞാൻ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയമുണ്ട്, ഞാൻ ഏതെങ്കിലും മൃഗങ്ങളെ കാണുമോ എന്ന് ഞാൻ ഭയന്നു. എനിക്ക് മൃഗങ്ങളെ കണ്ടാലും ധൈര്യമുണ്ട്, മൃഗങ്ങൾ എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ നഗ്നനാണ്, അതായിരുന്നു എൻ്റെ ചിന്ത. നഗ്നനായ മനുഷ്യനെ ഒരു മൃഗവും ഉപദ്രവിക്കില്ല എന്ന ഒരു സിദ്ധാന്തം എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. മനുഷ്യൻ നഗ്നനാണെങ്കിൽ പിന്നെ ഒരു മൃഗവും ഉപദ്രവിക്കില്ല, അതായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ അങ്ങനെ നടക്കുകയാണ്. ഞാൻ അവിടെ മാനിനെയൊക്കെ കണ്ടു. ഇനി ആനേനെ കണ്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആനയൊന്നും കണ്ടില്ല, സിംഹത്തെയും കണ്ടില്ല, പുലിയെയും കണ്ടില്ല. ഈ ചെമ്മണി ഡാമിൽ ഞാൻ കണ്ടത് ഇങ്ങനെ ചെറിയ എന്തോ 1-2 ജീവിയെ മാത്രമേ ഞാൻ അതിനിൽ കണ്ടുള്ളൂ. ഞാൻ എത്ര ദൂരമുണ്ട് ആ അറ്റത്തേക്ക്, മലയുടെ ആ പർവ്വതത്തിൻ്റെ മേഘം മൂടി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നടക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചു. വെയിലൊന്നും അവിടെ ഇല്ലല്ലോ, കാരണം ഒക്കെ വൃക്ഷങ്ങളല്ലേ, അപ്പോൾ വെയിലൊന്നുമില്ല. ഈ ചതുപ്പിലൂടെ ഞാൻ ഒരു പാമ്പിനെയും ഭയപ്പെട്ടില്ല, ഞാൻ ഭയപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇഴജന്തുവിനെയും ഞാൻ ഭയപ്പെട്ടില്ല.
ഒരു എന്തോ ഒരു വലിയ ജീവി ഇഴഞ്ഞ് ശബ്ദമുണ്ടാക്കി പോകുന്നതൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ നടന്ന് നടന്ന് ഞാൻ അവിടെ അറ്റത്തേക്ക് എത്തി. അത്രയധികം ഞാൻ വർണ്ണിക്കുന്നില്ല. അറ്റത്തേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ ദാഹിച്ചു. പൊരിഞ്ഞ ദാഹം. എൻ്റെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നഗ്നമായ കൈകളും നഗ്നമായ ശരീരവുമായാണ് ഞാൻ നടക്കുന്നത് വനത്തിലൂടെ. അവിടെ ചെന്നപ്പോൾ വെള്ളം ഇങ്ങനെ ഏറ്റവും വലിയ പാറയിൽ നിന്ന് കിനിഞ്ഞിറങ്ങുന്നതായി കണ്ടു. നല്ല വേനൽക്കാലം തന്നെയാണ്. പക്ഷേ പാറയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു. അത് കൈവച്ച് കുറച്ചു കുടിച്ചു. കട്ടിയുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം. അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കിലോമീറ്ററുകളുണ്ട്. താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. താഴേക്ക് ഇറങ്ങി ഞാൻ ഭയന്നും ഭയക്കാതെയും എൻ്റെ വസ്ത്രം അന്വേഷിക്കാൻ തുടങ്ങി. വസ്ത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്താൻ തുടങ്ങി. വസ്ത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോൾ എനിക്ക് ആ സ്ഥലം കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ വസ്ത്രം ഇരിക്കുന്നത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനാകെ അങ്കലാപ്പിലായി. ഇനി എങ്ങനെ മനുഷ്യരുടെ മുന്നിലേക്ക് ചെല്ലും? വസ്ത്രം ഇരിക്കുന്നത് കിട്ടാതെ, എൻ്റെ പാൻറ്റും ഷർട്ടും എൻ്റെ വാച്ചും എൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോലും കിട്ടാതെ ഞാൻ എങ്ങനെ താഴേക്ക് ഇറങ്ങുമെന്ന് പരിഭ്രാന്തിയിലായി. സമയം 5 മണി ആയിരിക്കുന്നു. ഞാൻ ഉച്ചനേരത്താണ് അങ്ങോട്ട് യാത്രയായത്. ഉച്ചയ്ക്ക് മുന്നേ പോയി ഞാൻ തിരിച്ച് 5 മണിക്ക് വസ്ത്രം കിട്ടുന്നതിനുള്ള സ്ഥലത്തേക്ക് എത്തി. വസ്ത്രം കണ്ടില്ല. എൻ്റെ ഉള്ളിൽ പെടയ്ക്കാൻ തുടങ്ങി. എൻ്റെ സന്തോഷമൊക്കെ പോയി. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അന്വേഷിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. അരുവികളൊക്കെ നോക്കി. ഈ പ്ലാവ് നിൽക്കുന്ന സ്ഥലം, ചക്കയുണ്ടായി നിൽക്കുന്ന പ്ലാവ് നിൽക്കുന്ന സ്ഥലം, അതാണ് എൻ്റെ അടയാളം. അല്ലെങ്കിൽ വലിയ തേനീച്ച കൂട് നിൽക്കുന്ന സ്ഥലം, ഈ അരുവി നിൽക്കുന്ന സ്ഥലം, ഒരു പാറക്കൂട്ടം. ആ പാറയുടെ മുകളിലാണ് എൻ്റെ വസ്ത്രം വെച്ചിരിക്കുന്നത്. ഞാൻ ആകെ അങ്കലാപ്പിലായി. എനിക്ക് വസ്ത്രം കണ്ടെത്താനായില്ല. ഈ വസ്ത്രം കണ്ടെത്താനാകാതെ ഞാൻ വിഷമിച്ചു, പരമിശനായി, ദാഹിച്ച് പൊരിഞ്ഞ് ആകെ വിഷമത്തിലായി. അങ്ങനെ ഇരുട്ടാകാറായി. അപ്പോൾ എനിക്ക് തോന്നി, ഇനി വസ്ത്രം അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല, വസ്ത്രം കിട്ടുകയില്ല. ഞാൻ ദുഃഖിതനായി എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഞാൻ ഭയാശങ്കനായി. ഇനി ഞാൻ വസ്ത്രമില്ലാതെ നിൽക്കുന്നേ. എൻ്റെ നഗ്നതയെക്കുറിച്ചുള്ള എൻ്റെ ഭയമൊക്കെ തിരിച്ചു വന്നു. ഇനി എന്തു ചെയ്യും? ഒരു രക്ഷയുമില്ല. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. സമയം രാത്രിയോടടുക്കാറായി. രാത്രി ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു? രാത്രിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി, ഇനി ഒരു രക്ഷയേ ഉള്ളൂ. വസ്ത്രം കിട്ടാനുള്ള അന്വേഷണം രക്ഷയില്ല. അതുകൊണ്ട് ഇരുട്ടായി കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങാം, അതേ പറ്റുകയുള്ളൂ എന്ന് കരുതി ഞാൻ ഇരുട്ടാവുന്നതുവരെ വസ്ത്രത്തിന് വേണ്ടി അലഞ്ഞു. അവസാനം ഞാൻ രാത്രിയിൽ താഴേക്ക് ഇറങ്ങാൻ ആരംഭിച്ചു. അപ്പോൾ അവർ റോഡിലേക്ക് ഞാൻ ഇറങ്ങി. അവിടെ എവിടേക്കോ പോകുന്ന റോഡാണ്, ഈ കോറിയിലേക്കൊക്കെ പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ 2 മനുഷ്യരെങ്ങനെ ആദിവാസികളെ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ അവിടെ താമസിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു, ഒരാണും പെണ്ണും അങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ പൂർണ്ണ നഗ്നനാണ്. എനിക്ക് ഭയമായി. അവരെന്നെ കണ്ടിട്ടില്ല. ഞാൻ ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് ഒളിച്ചു നിന്നു. അവരങ്ങോട്ട് കടന്നുപോയി. ഇനി എന്തു ചെയ്യും? വസ്ത്രമില്ലാതെ ആരോടാണ് എനിക്ക് വസ്ത്രം ചോദിക്കാൻ കഴിയുക എന്ന് ഞാൻ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. രാത്രിയായി. വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. വെളിച്ചമെന്ന് പറഞ്ഞാൽ ഈ ഓരോ വീടുകൾ, എനിക്ക് തോന്നുന്ന അവിടെ ഓരോ ഹൗസുകളുണ്ട്, അവിടെ പല വീടുകളുമുണ്ട്. സ്റ്റാൻഡേർഡുള്ള ആളുകൾക്ക് താമസിക്കുക കോട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. കോട്ടേഴ്സിൻ്റെ പരിസരത്താണ് ഞാൻ വന്നുപെട്ടത്. അങ്ങനെ കോട്ടേഴ്സിൻ്റെ അവിടെ വന്നപ്പോൾ ചില മനുഷ്യരെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷേ എനിക്ക് വസ്ത്രം കിട്ടുകയും വേണം. ഞാൻ വിചാരിച്ചു, ഒരു ആളോട് ഞാൻ ഇങ്ങനെ അവിടെ കണ്ട ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ വിവരം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ, അപ്പോഴേക്കും ഞാനൊരു ഓടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കുട കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ അരയിൽ ഈ പ്ലാസ്റ്റിക് കുട ചുറ്റി വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ വനത്തിൽ കയറിയതാണ്, വസ്ത്രം കുളിക്കാൻ ഒരു നുണ പറഞ്ഞു. അവിടെ രക്ഷപ്പെടണമല്ലോ, ഞാൻ വസ്ത്രം മനഃപൂർവ്വം അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയോ അബദ്ധങ്ങൾ വിചാരിക്കും, എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചാലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു, ഞാനൊരു വസ്ത്രം അഴിച്ചു വെച്ച് അവിടെ അരുവിയിൽ കുളിക്കാനിറങ്ങി. പക്ഷേ ഞാൻ അരുവിയിലൂടെ കുറച്ചങ്ങ് നീങ്ങിപ്പോയതിന് ശേഷം എനിക്ക് ആ വസ്ത്രം വെച്ച സ്ഥലം കണ്ടെത്താനായില്ല. അങ്ങനെ ഞാനൊരു അബദ്ധത്തിൽപ്പെട്ടു. എന്നെ ഒന്ന് രക്ഷിക്കണം.
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളെ രക്ഷിക്കേണ്ട ജോലി എൻ്റെ അല്ല, നിങ്ങളത് അവിടെ വാച്ച്മാനുണ്ട്, ആ വാച്ച്മാനോട് ചെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയ ആളുകൾ ആരെയും സഹായിക്കില്ല. ഞാൻ സംസാരിച്ചത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു മനുഷ്യനോടാണ്. അയാളൊരു ഉദ്യോഗസ്ഥനോ ആരോ ആണെന്ന് എനിക്കറിയില്ല. രാത്രിയുടെ മറവിലുള്ള സംസാരമല്ലേ. എനിക്ക് തോന്നി, ഇനി എന്തു ചെയ്യും വസ്ത്രം കിട്ടാൻ? ഞാൻ ആകെ വിഷമത്തിലായി. എന്നിട്ട് ഈ മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക്, വാച്ച്മാൻ്റെ അവിടേക്ക് ഞാൻ വന്നു. അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, വാച്ച്മാൻ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പൈപ്പുണ്ട്. അപ്പോൾ ഇതിനു മുൻപേ ഞാനിങ്ങനെ ഓടയിൽ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടയൊക്കെ ആകെ ഒട്ടുന്ന അവസ്ഥയിലായിരുന്നു. തൊണ്ട ഒട്ടുന്നുണ്ടായിരുന്നു, വളരെ വേദനയുണ്ടായിരുന്നു തൊണ്ടയിൽ. അങ്ങനെ ഞാൻ വെള്ളം വീണ്ടും കുടിച്ചു. ഉച്ചതൊട്ടുള്ള ഏർപ്പാടാണല്ലോ. വെള്ളം വീണ്ടും കുടിച്ചു. ഈ വെള്ളവും കുടിച്ച് ഞാൻ ഇങ്ങനെ ഈ പൈപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പാവം കാണിച്ചു. അപ്പോൾ വാച്ച്മാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, വാച്ച്മാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത് നാളെ പത്രത്തിലിടുന്ന വാർത്തയിലേക്ക് ആക്കുമോ? എന്നെ പോലീസിൽ ഏൽപ്പിക്കുമോ? അല്ലെങ്കിൽ എത്ര കുഴപ്പമുണ്ടാക്കും? ഇത് വലിയ പ്രശ്നമാകും എന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് വീരപ്പൻ്റെ പ്രശ്നമൊക്കെ നടക്കുന്ന കാലമാണ്. വീരപ്പനെ കൊന്നിട്ടില്ല. അപ്പോൾ എവിടെയോ ഞാൻ ചെന്നുപെട്ടപ്പോൾ അയാൾ എന്തോ ഒരു സൂചന എനിക്ക് തന്നു. നിങ്ങൾ വല്ല വീരപ്പനാണോ എന്ന മട്ടിലൊക്കെ ചിലർ സംസാരിക്കുന്ന മട്ടായി. ഞാൻ കൂടുതൽ ഭയന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇനി എന്തു ചെയ്യും? ഒരു രക്ഷയുമില്ല, വസ്ത്രവും ഇല്ല, ഈ പ്ലാസ്റ്റിക് കുറയാണ് അരയിലുള്ളത്. അപ്പോൾ വാച്ച്മാനോട് പറഞ്ഞാൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. നമുക്ക് തൽക്കാലം ബുദ്ധികൾ വരണമല്ലോ. ബുദ്ധി ഉദിച്ചു, പാവപ്പെട്ടവ മാത്രമേ ഒരാളെ സഹായിക്കുകയുള്ളൂ, വലിയ ആളുകൾ സഹായിക്കില്ല. അങ്ങനെ ഒരു സിദ്ധാന്തം എൻ്റെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് ഒരു കുടില് കണ്ടെത്തി. ഓല കൊണ്ടുള്ളൊരു കുടില്. ആ ഓല കൊണ്ടുള്ള കുടിലിലേക്ക് ഞാൻ ചെല്ലാമെന്ന് വിചാരിച്ചു. അയാളോട് ഈ സങ്കടമെന്ന് പറയാം. ഓല കൊണ്ടുള്ള കുടിലിൽ ചെന്ന് അവിടെ അവിടെ വിളക്ക് കത്തുന്നുണ്ട് കുടിലിൽ. ഞാൻ അവിടെ ചെന്ന് വളരെ ഭയാശങ്കനായി പറഞ്ഞു, എൻ്റെ വസ്ത്രം ഞാൻ ഒരു അരുവിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി വസ്ത്രം അഴിച്ചു വെച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെ എനിക്ക് കുറച്ച് നീന്തിപ്പോയതിന് ശേഷം എനിക്ക് അവിടെ ആ വസ്ത്രം വെച്ച സ്ഥലം കണ്ടെത്താനായില്ല. ഞാൻ ഭയാശങ്കയോടെ അയാളോട് അവതരിപ്പിച്ചു കാര്യം. അയാൾ വളരെ മാന്യമായി എന്നോട് പറഞ്ഞു, അതിന് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അയാളുടെ കുടിലിൽ എവിടെയോ നിന്ന് അയാൾ എനിക്ക് ഒരു ഡബിൾ മുണ്ട് പുതിയതെന്ന് പറഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന ഒരു അലക്കി തേച്ച ഡബിൾ മുണ്ട് എടുത്തു തന്നു. ഞാൻ ആ ഡബിൾ മുണ്ട് അരയിൽ ചുറ്റി. എനിക്ക് സമാധാനമായി. അയാൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഈ ദരിദ്രനായ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അയാൾ മീൻ പിടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. അയാളുടെ കുടിലിൽ അയാൾക്കുണ്ടായിരുന്ന ബാക്കി അന്ന് എന്തോ അയാൾ മുസ്ലിമാണെന്ന് തോന്നുന്നു, എന്തോ പെരുന്നാളൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഭക്ഷണമൊക്കെ അവിടെ വെച്ചിരുന്നു. ആ ഭക്ഷണത്തിൻ്റെ അയാൾ എനിക്ക് തന്നു. ആ ഭക്ഷണവും ഞാൻ കഴിച്ചു. പക്ഷേ കഴിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ആ ചോറ് എനിക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ തൊണ്ട ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട്, അതായത് വേദനിച്ചിട്ട് എനിക്ക് അധികം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ആർത്തിയോടെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അയാൾ പറഞ്ഞു, അപ്പുറത്തൊരു ഷെഡുണ്ട്, അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, ആ ഷെഡിലെ ബെഞ്ചിൽ പോയി കിടന്നുകൊള്ളുക എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ഷെഡിൽ പോയി കിടന്നുറങ്ങി. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇയാളരികെ ഞാൻ ചെന്നു. അപ്പോഴേക്കും അവിടെ ഞാനും ഇയാളും കൂടി അവിടെ ഒരു ചായക്കടയുണ്ട് സെൻറ്ററിൽ. ആ ചായക്കടയിലേക്ക് ചെന്നപ്പോൾ എന്നോട് അവിടെയുള്ള ആളുകളൊക്കെ എല്ലാവരും ചോദ്യം ചെയ്യലായി. എന്താ ഉണ്ടായേ, എങ്ങനെയാണ് വസ്ത്രം പോയേ, എന്തൊക്കെ ഉണ്ടായി, എവിടെയാണ് വെച്ചേ, അങ്ങനെ കുറേ അന്വേഷണങ്ങളായി. അവിടെ സഹകരിച്ച കുറച്ച് പേരുകൂടി ഞാൻ വീണ്ടും അവരുടെ സഹായത്തോടെ വനത്തിലേക്ക് കയറി പകല്. പക്ഷേ ഞാൻ പറഞ്ഞ സൂചനകളൊന്നും ഈ ചക്കയുണ്ടാക്കി നിൽക്കുന്ന പ്ലാവോ വലിയ ഈ കടന്നലിൻ്റെ കൂടോ അല്ലെങ്കിൽ ഈ പാറക്കോയോ ഒന്നും ഈ അരുവിയോ ഒന്നും കണ്ടെത്താനായില്ല. ഞങ്ങൾ കുറേ അന്വേഷണമൊക്കെ കുറച്ച് പേരോടുകൂടി നടത്തിയെങ്കിലും അന്വേഷണത്തിൽ ഞാൻ വിജയിച്ചില്ല. തിരിച്ചു വന്ന് അയാളോട് ഞാൻ പറഞ്ഞു, ഈ ചായക്കടയിൽ ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു
15 രൂപ 10-15 രൂപ തരികയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ബസ് കയറി പോകാം. അപ്പോൾ ഇയാളുടെ മുണ്ടാണ് ഈ ഉടുത്തിരിക്കുന്നത്, അയാൾ തന്ന ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. 15-10 രൂപ തരികയാണെങ്കിൽ എനിക്ക് 10 രൂപയായാലും മതി. 10 രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് വരെ ബസ്സിന് പോയി ഈ കാര്യം, എൻ്റെ കാറുണ്ട്, ആ കാർ എടുത്ത് വരാം, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂട്ടറിൻ്റെ താക്കോലില്ലാതെ സ്കൂട്ടർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവരെനിക്ക് ആരൊക്കെയോ സഹായിച്ച് 10 രൂപ തന്നു. ആ 10 രൂപ കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി എൻ്റെ ഒമിനി കാറും എടുത്ത് ഞാൻ തിരിച്ചു ചെന്നു. ആ 10 രൂപ അയാൾക്ക് തന്ന ആൾക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു അന്വേഷണം ഞങ്ങൾ നടത്തി. പക്ഷേ ഒരന്വേഷണത്തിലും എൻ്റെ താക്കോലോ വസ്ത്രമോ ഒന്നും, വാച്ചോ കുറച്ച് പണമോ ഒന്നും കിട്ടിയില്ല. അപ്പോഴേക്കും അവിടെ ഇത് കാട്ടുതീ പോലെ പരന്നിരുന്നു. ചെമ്മണി ഡാമിൽ എല്ലാവരും കുറേ പേര് ഇതറിഞ്ഞു. അപ്പോഴേക്കും പ്രശ്നമായി. ഇത് നിയമവിരുദ്ധമാണത്രേ. ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള നിയമമില്ല, അതുകൊണ്ട് ഇത് കേസെടുക്കേണ്ട സംഭവമാണ് എന്നൊക്കെ പല ഊഹാപോഹങ്ങളും വന്നു ചേർന്നു. ഞാനൊന്നും ഭയന്നില്ല. എന്ത് കേസെടുത്താലും എൻ്റെ തലയൊന്നും പോകുന്ന കാര്യമല്ലല്ലോ, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന മട്ടിൽ ഞാൻ നിന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ സ്കൂട്ടർ താക്കോലില്ലാതെ ഇവിടെ താക്കോൽ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് എന്തൊക്കെയോ ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് പറഞ്ഞത്. ഇതെൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. എൻ്റെ ചങ്ങാലൂരിലുള്ള ഒരുപാട് നാട്ടുകാർക്ക് അറിയാവുന്ന സംഭവമാണ് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് എൻ്റെ ഒരു അബദ്ധമാണ് ഇവിടെ വീഡിയോയിൽ അവതരിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ 60 വയസ്സ് വരെയുള്ള ഓരോ ഏടുകളെയും എനിക്കിവിടെ അവതരിപ്പിക്കണമെന്നുണ്ട്. ഒപ്പം തന്നെ എൻ്റെ ചിന്തകൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ ആദർശങ്ങൾ. എൻ്റെ ചിന്തകളും എൻ്റെ ആശയങ്ങളും ആദർശങ്ങളിലെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ മതവിശ്വാസിയല്ല, ഞാൻ ശാസ്ത്രവിശ്വാസിയല്ല. ഞാൻ ശാസ്ത്രവാദിയോ ദൈവവാദിയോ മതവാദിയോ അല്ല. ഇതാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ എന്താണ്? എൻ്റെ മനസ്സിൽ ഞാൻ ധരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ഉള്ളിലുള്ളതല്ലേ അവനവൻ്റെ സത്യം, അല്ലേ? അപ്പോൾ ആ സത്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു വലിയ പ്രത്യേകത, സാധാരണ ഇപ്പോൾ മതവിശ്വാസി അല്ലാത്ത ആളുകൾ ധാരാളമുണ്ട് ഇന്ന് കേരളത്തിൽ, ലോകത്തിലും, അല്ലേ? ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾ ലോകത്തിൽ ധാരാളമുണ്ട്. പക്ഷേ ഈ ദൈവവിശ്വാസികളും മതവിശ്വാസികളും ശാസ്ത്രവാദികളായിരിക്കും എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ പ്രത്യേകത. നമ്മൾ ഇന്നിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് കയ്യടി വാങ്ങുന്ന മൈത്രേയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുമാതിരി പല വലിയ പ്രഗത്ഭരായ അറിയപ്പെടുന്ന യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഇനി യുക്തിവാദികളും നിരീശ്വരവാദികളും രണ്ടാണെന്ന് ചോദിച്ചാൽ മുഴുവൻ ഒന്നല്ല എന്ന് പറയാം, ചെറിയ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ യുക്തിക്ക് നിരക്കാത്തതൊന്നും വിശ്വസിക്കാത്തതാണ് യുക്തിവാദികൾ. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ തള്ളിപ്പറയേണ്ടി വരുന്നത്. യുക്തിക്ക് നിരക്കുന്നില്ല. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് ഒരിക്കലും കണ്ടെത്താനാവില്ല. അവരാണ് യുക്തിവാദികൾ. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതല്ല, ഇതിവിടെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളിൽ ഉണ്ടായതാണ്, ഇതിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നില്ല, ഭൂമി ഒരു കാലത്ത് ഇല്ലാത്തതായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദികൾ. അതായത് ശാസ്ത്രം പറയുന്ന കണക്കിനെ അവർ അംഗീകരിക്കുന്നവരാണ് നിരീശ്വരവാദികൾ. എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് ഇവിടെ ഭൂമി ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, 450 കോടി വർഷമേ ആയിട്ടുള്ള ഭൂമി ഉണ്ടായിട്ട്, അങ്ങനെ പറയുന്നതാണ് ശാസ്ത്രവാദം. മനസ്സിലായോ? ഞാൻ അതിനെ വളരെ നിഷേധിക്കുന്നു, ഖണ്ഡിക്കുന്നു. എൻ്റെ ഭാഷയിൽ ശാസ്ത്രത്തെ ഞാൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു ശാസ്ത്രവാദിയല്ല, മതവാദിയല്ല, ദൈവവാദിയല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എനിക്ക് സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ല. ഞാൻ സമൂഹത്തിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഞാൻ സമൂഹത്തിന് എതിരെ നീന്തുന്നവനാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് എനിക്ക് ഈ ലൈവിലൂടെ മുന്നേറുക അത്ര എളുപ്പമല്ല. ലൈവിലേക്ക് ആളുകളെ കിട്ടുക എനിക്ക് അത്ര എളുപ്പമല്ല. പിന്നെയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഇതുവരെയുള്ള ശാസ്ത്ര പഠനങ്ങളിൽ കൂടെ
എൻ്റെ വീക്ഷണങ്ങളിൽ കൂടെ, നിരീക്ഷണങ്ങളിൽ കൂടെ, എൻ്റെ ബോധ്യങ്ങളിൽ കൂടെ ഞാൻ ഒരുപാട് വായനകളൊക്കെ നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. ഇതൊക്കെ എന്നിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ സയൻസിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ ഐൻസ്റ്റീനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ ഗലീലിയോയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഗലീലിയോയെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, ന്യൂട്ടനെയും ഐൻസ്റ്റീനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഗുരുത്വാകർഷണത്തെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ സൂര്യന് പ്രായം നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. എന്തിനേറെ ഞാൻ ഈ പ്രപഞ്ചവും മനുഷ്യനും പ്രപഞ്ചെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ അവർ ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് ഒക്കെ കുറേ ശാസ്ത്രത്തെക്കുറിച്ച് കുറേ എഴുതുന്നുണ്ട്. അതിൽ ഇന്നലെ ഞാൻ കണ്ട കാര്യം, ശാസ്ത്രം പറയുന്നു, അല്ലെങ്കിൽ നാസ പറയുന്നു, ഈ ചൊവ്വയുടെ അടിയിലൊക്കെ വെള്ളമുണ്ടത്രേ, ചൊവ്വയുടെ അടിയിലൊക്കെ വെള്ളമുണ്ടത്രേ. നിങ്ങളത് വിശ്വസിക്കണമത്രേ. ഞാൻ പറയുന്നു, ചൊവ്വയുടെ അടിയിൽ വെള്ളം കാണാനുള്ള ഒരു സാധ്യതയുമില്ല. ചൊവ്വയിൽ ഒരിക്കലും മനുഷ്യന് പോയി താമസിക്കുക സാധ്യമല്ല. ഇന്നത്തെ പല മണ്ടൂസുകളും വിഡ്ഢികളും ധരിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റാതെ വരുമ്പോൾ, യുദ്ധമുണ്ടായി നശിച്ചു കഴിയുമ്പോൾ, പ്രളയമുണ്ടായി നശിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ ചൊവ്വയിൽ താമസമാക്കുമെന്നാണ്. അതുപോലെ ഒരു ധാരണയാണ്. ചൊവ്വയിൽ ഒരു കാലത്ത് മനുഷ്യൻ എന്തൊക്കെയോ ജീവി ഉണ്ടായിരുന്നു, ആ ജീവി നശിച്ചു പോയപ്പോഴാണ് ഭൂമിയിലേക്ക് എത്തിയത്, അങ്ങനെയാണ് ഭൂമിയിൽ ജീവനുണ്ടായത് എന്നൊക്കെ പറയുന്നവരുണ്ട്. സത്യത്തിൽ ഇതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ഗ്രഹത്തിൻ്റെ എത്രയാണ് 1/3 അല്ലെങ്കിൽ പകുതിയോ 4 അത്രയും വലിപ്പമുള്ളൂ. അവിടുത്തെ ഞാൻ എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർത്തു പറയാൻ കഴിയുന്നില്ല. ഞാനൊരു 3 വർഷമായി ആ പഠനത്തിൽ നിന്ന് പിന്നിലാണ്. എങ്കിലും ഞാനതിൻ്റെ റെഫറൻസൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കതിൻ്റെ എല്ലാ പഠനങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയും. ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ടെലസ്കോപ്പ് വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് കാലം അതിനു വേണ്ടി സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പ്രകാശത്തിന് വേഗത നിശ്ചയിക്കുന്നില്ല. പ്രകാശം വേഗതയുള്ളതല്ല, പ്രകാശം ഊർജമല്ല എന്ന ഒരു സിദ്ധാന്തവും എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ, ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ്. ഈ 2 സിദ്ധാന്തത്തെയും ഞാൻ എതിർക്കുന്നു. അത് എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് എളുപ്പം കഴിയുകയില്ല. ഇന്നിപ്പോൾ ഇവിടെ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷേ ഭൂമി പരന്നതാണെന്ന മണ്ടത്തരമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല എന്ന മണ്ടത്തരമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല എന്നല്ല, എനിക്ക് ഉറപ്പുണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട് 50-60 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ചിലർ ചോദിക്കുന്നു, എന്താണ് 50 വർഷത്തിന് ശേഷം ആരും ചന്ദ്രനിൽ കാലുകുത്താത്തത്? സത്യത്തിൽ അതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് ചന്ദ്രൻ എന്ന് ഇന്ന് ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലായി കഴിഞ്ഞു, ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവിടെ ഒന്നും തിരയാനില്ല, അവിടെ ഒരു സ്വർണവുമില്ല, അവിടെ ഒരു മനുഷ്യനുമില്ല, അവിടെ ഒരു ജീവിയുമില്ല. അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ അതിന് അയനമില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് നല്ല പോലെ അറിവുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഞാൻ ഈ ഗുരുത്വാകർഷണത്തെ അംഗീകരിക്കുന്നില്ല. പ്രകാശത്തിന് വേഗതയുണ്ടെന്നതിനെ അംഗീകരിക്കുന്നില്ല. ഭൂമിക്ക് പ്രായമുണ്ടെന്നതിനെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട്, ശാസ്ത്രീയമായ തീരുമാനങ്ങൾ തന്നെ. എനിക്ക് നിങ്ങളെ അത് ബോധ്യപ്പെടുത്താനാകും, നിങ്ങളത് നിശ്ചയിപ്പിക്കാനാകും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലെ സാധാരണ മനുഷ്യർ, ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന മനുഷ്യൻ ആരാണ് ഇത് അന്വേഷിക്കുന്നത്? ആർക്കാണ് പ്രകാശത്തിൻ്റെ വേഗതയെക്കുറിച്ച് സംശയമുള്ളത്? ആർക്കാണ് ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് സംശയമുള്ളത്? ആർക്കാണ് പ്രപഞ്ചം എങ്ങനെ വികസിക്കുന്നതാണെന്ന് പറയുന്നതിനോട് സംശയമുള്ളത്? എനിക്ക് ഈ സംശയങ്ങളൊക്കെ ഉണ്ട്. പ്രപഞ്ചം പൂർണ്ണമാണ്, അതാണ് എൻ്റെ സിദ്ധാന്തം. ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചം പൂർണ്ണമാണ്. പൂർണ്ണമായ പ്രപഞ്ചത്തിലെ അപൂർണനായ ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നത്. അവന് മനസ്സുണ്ട്. മനസ്സുള്ളത് കൊണ്ടാണ് അവൻ വേദനിക്കുന്നത്, ദുഃഖിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, നരകിക്കുന്നത്. അതെ, അതുകൊണ്ട് മാത്രമാണ് അവൻ വേദനിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ വേദനിക്കുന്നു. ഞാൻ ഓരോ വിഷയങ്ങളും ചിന്തിക്കുകയാണ്. യുദ്ധം ഇവിടെ ഇസ്രായേൽ നടക്കുന്നുണ്ട്, അതെന്തുണ്ടാകും? റഷ്യയും ഒരു രാജ്യവുമായി ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അത് എന്തുണ്ടാകും? അല്ലെങ്കിൽ ചൈനയുടെ ഇപ്പോഴത്തെ പുരോഗതി എങ്ങനെയായിരിക്കും? ഇന്ത്യ എന്തുണ്ടാകും? ഇന്ത്യയിൽ ഇവിടെ BJP ഭരണത്തിന് എന്ത് സംഭവിക്കും? ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ആരായിരിക്കും ഭരിക്കുക? എന്തായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ? നിയമങ്ങളൊക്കെ ഇവിടെ പാലിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമോ?
ഇങ്ങനെ ഒരുപാട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു പെപ്സി വാങ്ങാനായിട്ട് 1 കിലോമീറ്റർ അകലേക്കുള്ള എൻ്റെ കുട്ടനൂരിലേക്ക് ഞാൻ സൈക്കിളിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ഒരു കാറുകാരനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കാറുകാരനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. കാറുകാരനോട് ഞാൻ അവിടെ നിന്നു. എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വീഡിയോ എടുക്കേണ്ടതായിരുന്നു ആ കാറ്, എനിക്ക് കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന ഓരോ നിരീക്ഷണത്തെയും ശ്രദ്ധിക്കുന്നു, ആൾക്കൂട്ടത്തെ ഞാൻ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അയാളും ഒരു ചെറുപ്പക്കാരനാണ്, ധനികനാണെന്ന് തോന്നുന്ന ചെറുപ്പക്കാരൻ. കാറ് കുറേ കോപ്രായമൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീലൊക്കെ വലിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകൾ 2 കളറാക്കിയിട്ടുണ്ട്. പിന്നെ പുക പോകുന്നിടത്തൊരു സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അത്ര വലിയ നിയമപ്രശ്നമൊന്നും അവൻ ചെയ്തിട്ടില്ല. എന്നിട്ട് അവനോട്, ആ പയ്യനോട്, ഈ MVDയിലെ ഉദ്യോഗസ്ഥൻ, 2 സ്റ്റാറുണ്ട് അയാൾക്ക്, MVDയിലെ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഞാൻ ഇതിന് നിങ്ങൾക്ക് മാക്സിമം ശിക്ഷ കുറച്ചിടുന്നുണ്ടെന്നാണ് അയാൾ അവകാശപ്പെട്ടത്. എന്നിട്ട് ഇയാളായിട്ട് അങ്ങോട്ട് നീങ്ങി നിന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവർ നീങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അരികെ ചെന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, അപ്പോൾ 2 ഉദ്യോഗസ്ഥരുണ്ട്, 2 സ്റ്റാർ വെച്ച 2 ഉദ്യോഗസ്ഥരുണ്ട് അതിൽ, MVDയിലെ ഉദ്യോഗസ്ഥർ. അങ്ങനെ കുറച്ച് 5-10 മിനിറ്റ് അവർ സംസാരിച്ചു. വളരെ ശബ്ദമൊക്കെ കുറേശ്ശെ കേൾക്കാം. സംസാരിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. അവൻ സന്തോഷത്തോടെ തന്നെ കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എടുത്തു. ഞാൻ ചോദിച്ചു, എന്തുണ്ടായി സഹോദര, എത്ര പിഴ കിട്ടി? ഞാൻ ചോദിച്ചു. പിഴ കിട്ടി 20,000 രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്, അത് കോടതിയിൽ അടയ്ക്കണം, അതെനിക്ക് മൊബൈലിൽ വരും, മെസ്സേജ് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ 20,000 രൂപ പിഴയിട്ടെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയപിടിപ്പൊന്ന് നിന്നുപോയി. എത്ര ചെറിയ കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളതല്ലേ? ഈ ചെറിയ കുറ്റത്തിന് 20,000 രൂപ പിഴയിടിച്ചിരിക്കുന്നു. എനിക്കത് വലിയ സങ്കടമാണ് തോന്നിയത്. പക്ഷെ അയാൾ എന്നോട് തമാശമായി പറയുകയാണ്, അല്ല, ഈ 20,000 രൂപ നമുക്ക് തന്നെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അയ്യോ, അതെങ്ങനെ നമുക്ക് തന്നെ കിട്ടുന്നത്? അല്ല, സർക്കാരിന് കിട്ടുന്ന പൈസ അത് ജനങ്ങളിലേക്ക് തന്നെയല്ലേ എത്തുക? പോട്ടെ, 20,000 പോട്ടെ എന്ന മട്ടിൽ അയാൾ എന്തോ എന്നോട് സംസാരിച്ചു. അയാൾക്കതൊരു പ്രശ്നമല്ല 20,000 രൂപ പിഴയിടിച്ചത്. ഞാനാണെങ്കിൽ 500 രൂപ പിഴയിടേണ്ടി വന്നാൽ എനിക്ക് പിന്നെ ഉറക്കമുണ്ടാകില്ല രാത്രിയിൽ. എനിക്കും ഇന്നലെ 500 രൂപ പിഴ വരേണ്ടതാണ്. ഞാൻ സൈക്കിളിൽ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇവരിങ്ങനെ അവിടെ ഇവിടെയും പതുങ്ങി നിൽക്കുകയാണല്ലോ ഒറ്റയ്ക്ക് ആളുകളെ പിടിക്കാൻ. അങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഇരകളെയാണ് അവർക്ക് ആവശ്യമുള്ളത്. അവർ ചിരിച്ചുകൊണ്ട് അവർ സൗമ്യമായൊക്കെ സംസാരിക്കും. 20,000 രൂപ നമ്മുടെ പോയി. അപ്പോൾ അവർക്ക് സർക്കാരിലേക്ക് 20,000 രൂപ വാങ്ങിച്ചു കൊടുത്തു. ഓരോരുത്തർക്കും കൊട്ടേഷൻ ഉണ്ട്. സർക്കാർ ഈ ആഗസ്റ്റ് 15 ആയിട്ട് ഇത്ര പൈസ, അല്ലെങ്കിൽ ഓണമായിട്ട് ഇത്ര പൈസ ഓരോ ഉദ്യോഗസ്ഥനും പിഴ മേടിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ പിണറായി ഗവൺമെൻറ് ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഖജനാവിൽ കാശില്ല. അപ്പം ഇങ്ങനെ കിട്ടുന്ന കാശുകളാണ് ഒക്കെ അവിടേക്ക് എത്തണം. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് അവിടേക്ക് എത്തുകയില്ല, പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കോടതിയിൽ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമപ്രകാരം അടയ്ക്കുന്നുണ്ട്, ആ പൈസ ഖജനാവിലേക്ക് എത്തും. പണ്ട് ഇവരൊക്കെ പങ്കുവെച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്, ഇപ്പോൾ അത് ഖജനാവിലേക്ക് എത്തും. അങ്ങനെ ഒരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഖജനാവിലേക്ക് എത്തുന്നതിന് എന്തിനാ? അവർക്ക് കട്ടുമുടിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. പിണറായി ഗവൺമെൻറ് ഇപ്പോൾ ഈ വയനാട് ദുരന്തമുണ്ടായി, 1,00,000-ലധികം ആളുകൾ സംഭാവന കൊടുത്തു, സൗജന്യമായി, ദാനമായി, വെറുതെ ഒരു ഉപാധിയും കൂടാതെ 5 കോടിയും 3 കോടിയും 1 കോടിയും 1 കോടിയും 10,000 വെച്ചും ഒക്കെ 1,00,000 പേര് കൊടുത്തു. ഈ പൈസ എത്രയുണ്ട് എന്ന് ഇപ്പോൾ വല്ല കണക്കും പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടോ? പിണറായി ആവശ്യത്തിന് അനാവശ്യത്തിന് തൂറിയതിനും ഉള്ളിയതിനുമൊക്കെ പത്രസമ്മേളനം നടത്തുന്ന പിണറായി എന്തുകൊണ്ടാണ് ഈ കാര്യം ഇതുവരെ ഇത്ര സമയമായിട്ടും ജനങ്ങളോട് പറയാത്തത്? ഇതാ ഇപ്പോൾ നമുക്ക് 1000 കോടി കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ 5000 കോടി വേണം. അങ്ങനെ അവർക്ക് പറഞ്ഞുകൂടെ? അവിടെ ഇവരെയൊക്കെ പുനഃസ്ഥാപിച്ച് ടൗൺഷിപ്പ് ഉണ്ടാക്കുക. ഇവിടെ സംഭാവന പിരിക്കുന്ന മട്ടിൽ, സംഭാവന പിരിക്കാനല്ല, ഒരു ഇന്ന സ്ഥലത്തേക്ക് ഈ പൈസയൊക്കെ നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ് 2 രാഷ്ട്രീയ നേതാക്കൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അവരെ പടി തുറക്കാൻ ശ്രമിച്ചവർ, വേണ്ട, നിങ്ങൾ പടി തുറക്കണ്ട, പുറത്ത് നിന്നാൽ മതി,
എന്ന് പറഞ്ഞു. എന്താ എനിക്ക് അങ്ങനെ പറഞ്ഞുകൂടെ? സംഭാവന പിരിക്കാൻ വന്നവൻ പുറത്ത് നിന്നാൽ മതി, എൻ്റെ മുറ്റത്തേക്ക് കയറണ്ട എന്ന് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇതെൻ്റെ സ്വത്താണ്, എൻ്റെ വീട്, എൻ്റെ കോമ്പൗണ്ട്, എൻ്റെ മതിൽക്കെട്ടിനുള്ള സ്ഥലം ആര് പ്രവേശിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ രണ്ട് മാന്യന്മാർ, അയാളൊരു സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വിരമിച്ച ആളാണ്. അയാളെ എനിക്കറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ ഈ പുതുക്കാടല്ല കുട്ടന്നൂർ സൊസൈറ്റിയിലേക്ക് ഞാൻ ചെന്നു. എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്, അതെനിക്ക് ഇവിടെ നിക്ഷേപിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സെക്രട്ടറിയാണ് അയാൾ കേട്ടോ, ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറിയാണ് എൻ്റെ അരികിലേക്ക് എളിമയുമായി ഒരു കടലാസ് കൊണ്ടുവരുന്നത്, നിങ്ങൾ പൈസ കൊണ്ടിടണമെന്ന്. അയാൾ റിട്ടയർഡായി. പൈസ അപ്പോൾ അന്ന് എന്നെ കണ്ടതൊന്നും അയാൾക്ക് ഓർമ്മയില്ല. അയാളെ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, അയാൾക്ക് എന്നെ ഓർമ്മയില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ പലയിടത്ത് വെച്ച് അയാൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ അയാളെയും കാണുന്നുണ്ട്. എനിക്ക് അയാളെ ഓർമ്മ. അയാൾ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി. ഒരു കനാലിൻ്റെ സൈഡിലാണ് അയാളുടെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് കിടക്കണ്ട, നിങ്ങൾ പിരിവിന് വന്നവരല്ലേ, നിങ്ങൾ പുറത്ത് നിന്നാൽ മതി. എനിക്ക് എന്താ അങ്ങനെ പറയാൻ പേടി? ഒരു പേടിയുമില്ല. അയാൾ സെക്രട്ടറി ആയിരുന്നു, ഒരു ഒട്ടനൊരു ശാഖയുടെ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് ഞാൻ പേടിക്കണോ? വേണ്ട. 3 പേരുണ്ട്. അവർ 3 പേരുണ്ട്. നല്ല ഒരു ചെറുപ്പക്കാരനും 2 പ്രായമായവരും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബക്കറ്റ് പിരിവിനോ വന്നവരല്ല. ഞാൻ നിങ്ങൾക്ക് പൈസ എവിടെ ഇങ്ങനെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിന് വേണ്ട അഡ്രസ്സുകൾ തരാമെന്നതാണ്. അതിനുവേണ്ട ബാങ്ക് അക്കൗണ്ടുകൾ, ഗൂഗിൾ പേ അക്കൗണ്ടുകൾ, അങ്ങനെ അഡ്രസ്സുകൾ തരാമെന്നതാണ് അത്രേ. നാണം കെട്ട ഒരു പാർട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അഡ്രസ്സ് തരാൻ വേണ്ടി. എന്തിനു വേണ്ടി? പിണറായിയുടെ ഖജനാവിലേക്ക് പണം നിക്ഷേപിക്കുന്നതിൻ്റെ അഡ്രസ്സ് തരാൻ വേണ്ടി ഒരു നോട്ടീസുമായിട്ട് അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സമാധാനമായി. എന്താ, ഇവർ പിരിവിന് വന്നതല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഈ തവണ ഈ ദുരന്തത്തിന് ഞങ്ങൾ പിരിവിനിറങ്ങുന്നില്ല. DYFI ആയാലും പാർട്ടി ആയാലും പിരിവിനിറങ്ങുന്നില്ല. നിങ്ങൾക്ക് ഈ നോട്ടീസ് തരും. ഈ നോട്ടീസിലൂടെ നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യ, നിങ്ങൾക്ക് 10 രൂപയാണ് കഴിയുന്നതെങ്കിൽ ആ 10 രൂപ പിണറായിയുടെ ഖജനാവിലേക്ക്, ഞാൻ പിണറായിയുടെ ഖജനാവെന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഖജനാവെന്നല്ല. മനസ്സിലായോ? സംസ്ഥാനത്തിൻ്റെ ഖജനാവ് എന്നല്ല, പിണറായിയുടെ ഖജനാവിലേക്ക് ഇടുക. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, ഇതുവരെ ഇട്ട കാശൊക്കെ എന്തുണ്ടായി? എത്ര പേര് ഈ ഖജനാവിലേക്ക് പൈസ ഇട്ടു? അതിന് വല്ല കണക്കുമുണ്ടോ? നമ്മുടെ യൂസഫ് അലി 5 കോടി ഇട്ടു. 5 കോടി പലരും ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കണക്ക് എത്രയുണ്ട്? 1 ലക്ഷം പേര് പൈസ ഇട്ടിട്ടുണ്ട്. എവിടെയാണ് പൈസ? ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, അതിൻ്റെ കണക്കുകളൊക്കെ വളരെ സുതാര്യമാണ്. സുതാര്യം സംസ്കൃതത്തിലെ ഒരു പദമാണ് അവർ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ അത് പകൽ പോലെയാണെന്നാണ് പറയുന്നത്, രാത്രി പോലെയല്ല. അതാണ് സുതാര്യം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണിപ്പോൾ സുതാര്യം. രാഷ്ട്രീയക്കാരൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പദമാണ് സുതാര്യം. പള്ളിയിൽ അച്ഛന്മാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, സ്നേഹം സമാധാനം എന്ന്. അതുപോലെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പദമാണ് സുതാര്യം. എന്ത് സുതാര്യം? കള്ളന്മാരാണ് ഈ രാഷ്ട്രീയക്കാർ. ഒരു മനസാക്ഷിയും ഇല്ലാത്തവരാണ് ഈ രാഷ്ട്രീയക്കാർ. ഞാനന്ന് 5 ലക്ഷം രൂപയുമായി ഈ ബാങ്കിൽ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ അതിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ 5 ലക്ഷം രൂപയൊന്നും ഒരുമിച്ച് ഇവിടെ ഇടാൻ പറ്റില്ല, പാൻ കാർഡ് വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പാൻ കാർഡൊന്നുമില്ല, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, അത് ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്കൊരു സഹായം ചെയ്തു തരാം. തൽക്കാലത്തേക്ക് നിങ്ങൾ പൈസ ഇവിടെ ഇട്ടോളൂ, പക്ഷേ 15 ദിവസത്തിനുള്ളിലോ 1 മാസത്തിനുള്ളിലോ പാൻ കാർഡ് എടുത്ത് ആ പാൻ കാർഡ് ഇവിടെ കാണിക്കണം. അയാൾ ഉത്തരവിട്ടു. അപ്പോൾ അന്നത്തെ എൻ്റെ വിചാരം ഈ പാൻ കാർഡ് എന്നൊക്കെ പറയുന്നത് ഇൻകം ടാക്സ് വരുന്ന വലിയ പുലിവാലാണ്. അന്ന് എനിക്ക് അത്രേ അറിവുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ സത്യത്തിൽ എൻ്റെ കയ്യിൽ പാൻ കാർഡ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പാൻ കാർഡ് ഇല്ല, അത് കണക്കിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പാൻ കാർഡ് ഇല്ല. ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് പോരാ, പാൻ കാർഡ് വേണം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ ഇടാൻ നിയമമുള്ളൂ എന്ന് പറഞ്ഞു. 5 ലക്ഷവും കൊണ്ട് മുഴുവൻ തേങ്ങമാതിരി ഞാൻ നടക്കുകയാണ്. എവിടെയാണ് ഇത് ഇടുക? പാൻ കാർഡ് കാണിക്കാതെ ഇത് ഇടാൻ കഴിയുന്ന സ്ഥലമുണ്ടോ? അന്ന് ഞാൻ അങ്ങനെ വിഷമിച്ചു. മനസ്സിലാക്കുക. അത് അന്നത്തെ എൻ്റെ അറിവ് അത്രയേ ഉള്ളൂ. 5 ലക്ഷം ഇടാൻ പറ്റാത്ത ഒരു വിഷയത്തിലായിരുന്നു ഞാൻ പാൻ കാർഡ് ഇല്ലാതെ. അത് പോകട്ടെ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കൊള്ള, ഞാനിവിടെ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞ് മിടുക്കനാവാൻ നോക്കുകയല്ല.
എൻ്റെ ഹൃദയത്തിലുള്ള ചില വികാരങ്ങൾ അത് ഞാൻ വിളിച്ചു പറയുകയാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഇവരിങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇന്നത്തെ സർക്കാർ ചെയ്യുന്നത്. ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ്, സത്യത്തിൽ ഹെൽമെറ്റ് ഇല്ല എന്ന് പറയുന്നത് നമ്മളുടെ തലയെ രക്ഷിക്കാനൊന്നുമല്ല. പിണറായിക്ക് നമ്മുടെ തല പൊളിഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. എന്തിനാണ് നമ്മുടെ ഈ ഹെൽമെറ്റ് വേണമെന്ന് പറയുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് വിജയിച്ചോ? വിജയിച്ചില്ല. അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ? തല പൊളിയുന്നില്ലേ? ചത്തു പോകുന്നില്ലേ? ഉണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ തല എൻ്റെയാണ്. അത് ഗവൺമെൻറ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എൻ്റെ തലയിൽ ഹെൽമെറ്റ് വെക്കണോ വേണ്ട എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാൻ വികാരപരമായി പറയുകയാണ്, അത് ഞാനാണ് ശരിക്കും തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് മോദി സർക്കാർ ഉണ്ടാക്കിയ വേഷം കെട്ടാണ് ഇപ്പോൾ 2 പേർക്കും ഹെൽമെറ്റ് വേണം. എന്തിന്? 5 വയസ്സായ കുട്ടിയുടെ തലയിൽ പോലും ഈ ഭാരമേറിയ ഹെൽമെറ്റ് വെക്കണമെന്ന നിയമം കൊണ്ടുവന്നു. എത്ര ക്രൂരമാണ് ഈ നിയമങ്ങൾ അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഈ നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ, അതായത് ജനങ്ങളെ അടിമകളാക്കുക, പൗരന്മാരാക്കുകയല്ല, ജനങ്ങളെ അടിമകളാക്കുക, പൗരന്മാരെ അടിമകളാക്കുക. അതാണ് മോദി സർക്കാർ നിശ്ചയിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ, പിണറായി സർക്കാർ പറയും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്, 2 പേരുടെ തലയിലും ഹെൽമെറ്റ് വേണം, 5 വയസ്സായ കുട്ടിയുടെ തലയിലും അല്ലെങ്കിൽ 3 വയസ്സായ കുട്ടിയുടെ തലയിലും ഹെൽമെറ്റ് വേണം, അല്ലെങ്കിൽ 500 വീതം പിഴയടച്ചോ, അങ്ങനെ 1500. അങ്ങനെ ഒരു ക്യാമറയിലാണ് പെടുന്നതെങ്കിൽ അവിടെ 1500, 10 ക്യാമറയിൽ പെട്ട × 10 അത്ര അടച്ചുകൊള്ളുക എന്ന്. സത്യത്തിൽ ഇതൊക്കെ ഇവർ നുണ പറയുന്നതാണ്, ചതി പറയുന്നതാണ്, വഞ്ചന പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ബീഹാറിൽ ചെല്ലുക, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേൾക്കുന്നതാണ്. അവിടെ ഹെൽമെറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പിണറായിക്ക് വേണമെങ്കിൽ എനിക്ക് ബാക്കിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വെക്കേണ്ട എന്നൊരു നിയമം പാസ്സാക്കാനുള്ള ഒരു സ്വതന്ത്രതയൊക്കെ ഈ സംസ്ഥാനത്തിനുണ്ട്, പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ കരുതുന്നത് പണം കിട്ടണം, എൻ്റെ ഖജനാവിലേക്ക് പണം വരണം, എനിക്ക് ഹെലികോപ്റ്ററിൽ പോകണം, കോടിക്കണക്കിന് രൂപ അതിന് വാടക കൊടുക്കണം. ഒരു ദിവസം എൻ്റെ കുട്ടനിലൊരു പിണറായിയുടെ ആ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന പേടകം ഇവിടെ കിടക്കുന്നത് കണ്ടു. ഞാനൊന്ന് ചോദിച്ചു, എന്താ ഈ ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നത്? അത് കേടുവന്നതാ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേടുവന്ന ആ ഹെലികോപ്റ്റർ വീണ്ടും പറന്നത്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ കേടുവരാവുന്ന ഒരു ഹെലികോപ്റ്ററിന് തന്നെ വാടക കൊടുക്കുന്ന എത്രയാ? കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം വാടക കൊടുക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ മനുഷ്യൻ നടത്തുന്ന ദൂർത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നിസാര ദൂർത്താണോ ആ മനുഷ്യൻ നടത്തുന്നത്? അയാൾക്ക് എത്രയാണ് സെക്യൂരിറ്റി കാറുകൾ? 40 കാറുകൾ. എത്രയാണ് അയാളുടെ തോക്കേന്തിയ സെക്യൂരിറ്റികൾ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും വലിയ സെക്യൂരിറ്റിയൊക്കെ, ഒരു പ്രധാനമന്ത്രിക്ക് എന്ന പോലുള്ള സെക്യൂരിറ്റിയൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിലെ ഈ വയസ്സൻ പിണറായിക്ക് ആവശ്യമുണ്ടോ? ആരാണ് അയാളെ ചെല്ലാൻ നിൽക്കുന്നത്? ആരാണ് അയാളെ കൊല്ലാൻ നിൽക്കുന്നത്? ഒരു മനുഷ്യനും അയാളെ തല്ലാനും കൊല്ലാനും നിൽക്കുന്നില്ല. എന്നിട്ട് എന്തിനാണ് ഇത്ര വലിയ സെക്യൂരിറ്റി? എന്തിനാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ഇത്രയധികം പണം ഒഴുക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എൻ്റെ സംശയമാണ്, എൻ്റെ വികാരമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പൗരനാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ അവകാശമാണ് ഇത് ചോദിക്കുക എന്നുള്ളത്. എൻ്റെ അവകാശമാണ്. എനിക്ക് ഈ രാജ്യം നൽകിയിട്ട് അവകാശമാണ്. പിണറായിയെ ചോദ്യം ചെയ്യാം, മോദിയെ ചോദ്യം ചെയ്യാം, എനിക്ക് വിവരാവകാശം വഴി ചോദ്യങ്ങൾ ചോദിച്ചറിയാം. അതിനുള്ള അവകാശമുണ്ട്. ഞാനൊരു പൊതു താല്പര്യക്കാരനാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ട്, ചോദ്യം ചെയ്യണമെന്നുണ്ട്. അതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയും. എനിക്ക് പിണറായിയുടെ കാര്യങ്ങളിൽ ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ഞാൻ നല്ല കാര്യമെന്ന് മോദിയുടെ കാര്യത്തിലുമില്ല. എനിക്ക് നല്ല കാര്യമെന്ന് പറയാൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ മോദിയുടെ കാര്യം പറയുകയാണെങ്കിൽ പട്ടാളക്കാർ, അവർക്കൊക്കെ എന്ത് ആനുകൂല്യമാണ് കൊടുക്കുന്നത്? അതേസമയം ഒരു മന്ത്രിയുടെ PA ആയാൽ, ഒരു വർഷം അങ്ങോട്ട് PA ആയിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ്. പാവം പട്ടാളക്കാരൻ, ഞാൻ മനസ്സിലാക്കുന്നത് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്നും നീന്തൽ അറിയില്ലെങ്കിലും വെള്ളത്തിലേക്കിട്ട് ചാവാൻ വരുമ്പോൾ അവനെ കയറ്റും. അതാണ് പട്ടാളം. അവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഈ കയറുണ്ടല്ലോ, കയറിങ്ങനെ മെടഞ്ഞിട്ട് ആ കയറ് കൊണ്ടാണ് പുറത്തടിക്കുക പട്ടാളത്തിൽ.
അവരൊന്നും അത് പുറത്തു പറയുന്നില്ല. അത് സത്യമാണ്. എൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ ഒരു ആങ്ങള പട്ടാളത്തിൽ പോയിട്ടുണ്ട്. ആ പട്ടാളക്കാരൻ പറഞ്ഞതാണത്രേ, അവർ അടിക്കുന്നത് ഈ മെടഞ്ഞ കയറ് കൊണ്ട് പുറത്തടിച്ചു പൊട്ടിക്കുമത്രേ. അത്രയേറെ സഹനങ്ങൾ സഹിച്ചിട്ടാണ് ഒരു പട്ടാളക്കാരനാകുന്നത്. രാജ്യത്തെ സ്നേഹിക്കാനാണോ, രാജ്യത്തെ സേവിക്കാനാണോ? ഒന്നുമല്ല. അവൻ്റെ ആവശ്യം എന്താണ്? അവൻ്റെ ആവശ്യം അവൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നതാണ്. അവന് ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവൻ അവിടേക്ക് പോകുന്നത്. എന്ത് ശമ്പളം? അവന് പെൻഷൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ദരിദ്രമാണ് ഒരു പട്ടാളക്കാരൻ്റെ അവസ്ഥ. എന്നാൽ ഒരു പിയൂണിന് പോലും എത്രയോ പണമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു സർക്കാർ ജീവനക്കാരന്, ഒരു സ്കൂൾ ടീച്ചർക്ക് കിട്ടുന്നത് 1.5 ലക്ഷമൊക്കെയാണ് ശമ്പളം. ഒരു ഡോക്ടർക്ക് കിട്ടുന്നത്, എന്നോട് ഇന്നലെ ഞാൻ എൻ്റെ പെങ്ങളുടെ 2 മക്കളും ഡോക്ടർ, മരുമോനും മോനും ഡോക്ടറാണ്. പെങ്ങളുടെ പേര് പറയുന്നില്ല. ഞാൻ ആരെയും അവഹേളിക്കുന്നില്ല, ആരെയും ഉയർത്തുന്നുമില്ല. അപ്പോൾ ആ പെങ്ങൾ പറയാണ്, 2 മക്കൾ, ഒരു മകൻ ഡോക്ടറാണ്. അവൻ മോർച്ചറിയുടെ ഡോക്ടറാണ്. ആ പെങ്ങളുടെ INT സ്പെഷ്യലിസ്റ്റാണ് അവൻ്റെ ഭാര്യ, മരുമോള്, എൻ്റെ പെങ്ങളുടെ മരുമോള്. അവർ പറയാണ്, ഇപ്പോൾ ഒരു കാര്യമില്ല ഡോക്ടറായിട്ട്, ആകെ 1 ലക്ഷം രൂപയെ ശമ്പളമുള്ളൂ. അപ്പോൾ അവർ നോക്കുന്നത് ഒരു സ്കൂൾ ടീച്ചർക്ക് 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അതേസമയം ഒരു ഡോക്ടർക്ക് ആരംഭത്തിൽ 1 ലക്ഷമേ ശമ്പളമുള്ളൂ. ശരിയാണ്, അവരുടെ നോട്ടത്തിൽ ഇത് കുറവാണ്. അവർ വളരെ പ്രയാസപ്പെടുന്നവരാണ്. അവർക്ക് വളരെ ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു കൈപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകും. അതാണ് ഒരു ഡോക്ടറുടെ അവസ്ഥ. ഒരു സ്കൂൾ ടീച്ചറുടെ അവസ്ഥ നോക്കിയാൽ കുറച്ച് നേരം കുട്ടികളെ മിരട്ടി അവിടെ എന്തെങ്കിലും വായിട്ടടിച്ച് പോരേ വേണ്ടു. ഒരു റിസ്ക്കുമില്ല, ഒരു ഉത്തരവാദിത്വമില്ല. 1.5 ലക്ഷം രൂപ ശമ്പളം. ഒരു പ്രൊഫസറായി കഴിഞ്ഞാലോ, കോളേജിൽ പഠിക്കുന്നവർക്കോ എനിക്ക് തോന്നുന്നു 2.5 ലക്ഷം രൂപയ്ക്കാണ് ശമ്പളം. ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് അവർ സമൂഹത്തിൽ നിന്ന് മാറി സുഖിച്ച് ജീവിക്കുകയാണ്, അഹങ്കാരികളായി. അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങി വെച്ചത് എൻ്റെ ജീവിത അനുഭവത്തിലെ ഒരേടാണ്. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഞാൻ നഗ്നനായി നടക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അത് തുടങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഇതാ സമയം 50 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ ഞാൻ 50 മിനിറ്റ് ഇതെടുക്കാറില്ല. ഇനിയും എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങളുണ്ട്. ഞാൻ ഈ വികാരങ്ങളൊക്കെ തുറന്നു പറയും. ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സെക്സ് വിഷയങ്ങൾ പറയും. എനിക്ക് ഒരുപാട് സെക്സ് വിഷയങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ഒരുപാട് സ്ത്രീകളുമായി സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. എനിക്ക് ആ കഥകൾ പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെപ്പറ്റി പറയണമെന്നുണ്ട്, പ്രപഞ്ചത്തെപ്പറ്റി പറയണമെന്നുണ്ട്, വിശ്വാസങ്ങളെപ്പറ്റി പറയണമെന്നുണ്ട്, മതത്തെ എനിക്ക് നിഷേധിക്കണമെന്നുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കപടമാണ് മതം. യേശു ക്രിസ്തു മര്യാദക്കാരനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനികൾ നല്ല മനുഷ്യരാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു മനസാക്ഷിയുമില്ലാത്തവരാണ് ക്രിസ്ത്യാനികൾ. പൊട്ടകളാണ് ക്രിസ്ത്യാനികൾ. മുസ്ലിമുകൾ പൊട്ടകളാണ്. പക്ഷേ മുസ്ലിമുകൾ പൊട്ടകളാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ മുസ്ലിമല്ല. അപ്പോൾ വർഗീയത വരും. അപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് വരും മുസ്ലിമിനെ കുറ്റം പറഞ്ഞാൽ. മുസ്ലിം പൊട്ട തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയാണ് മുസ്ലിം പൊട്ടയാകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു ക്രിസ്ത്യാനി പൊട്ടയാണെന്ന് പറയാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. കാരണം ഞാനിന്ന് നിയമപരമായ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിക്കെതിരെ ഒരുപാട് പോസ്റ്ററുകൾ അടിച്ചിട്ടുണ്ട്. ബോധിനി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ധാരാളം പോസ്റ്ററുകൾ അടിച്ച മനുഷ്യനാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. ഇന്ന് താജ്മഹൽ പോലുള്ള പള്ളികൾ കാണുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഞാൻ ഇന്നലെ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പള്ളിയുടെ ചുറ്റും നടക്കുകയുള്ളൂ, ഉള്ളിലേക്ക് കിടക്കാറില്ല. എനിക്കത് വിഷമമാണ്. ഷൂ ഒക്കെ ഊരണം. നടക്കാൻ പോകുന്ന സമയത്ത് ഷൂ ഒക്കെ ഊരണ്ടെന്ന് കരുതി ഉള്ളിലേക്ക് കിടക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സൈക്കിളിലാണ് പോയത്. അപ്പോൾ ഷൂ അല്ല, ചപ്പലാണ് ഇട്ടിരുന്നത്, ഇടിവള്ളി ചപ്പലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ധൈര്യത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി, ആത്മധൈര്യം സമ്പാദിച്ച് ഞാൻ കുർബാന നടക്കുന്ന സമയത്ത് എൻ്റെ ട്രൗസർ ഇട്ടുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കടന്നു. സാധാരണ ആരും ട്രൗസർ ഇട്ടുകൊണ്ട് പള്ളിയിൽ വരാറില്ല. അതെനിക്കൊരു കുറച്ചിലായി തോന്നി. ഇല്ല, ഞാൻ എൻ്റെ ബാക്ക് സീറ്റിലിരുന്നു, ഒരു വീഡിയോ എടുത്തു. നോക്കിയപ്പോൾ അമ്പരച്ചുംബി പോലുള്ള ഒരു പള്ളി. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കണ്ടപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഫെസിലിറ്റീസാണ് അതിൻ്റെ ഉള്ളിൽ. 5 സ്റ്റാർ ഹോട്ടൽ. ഞാൻ 5 സ്റ്റാർ ഹോട്ടലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ 2 സ്റ്റാർ ഹോട്ടൽ, ഈ ബാറുള്ള ഹോട്ടൽ വരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പ്, അവിടെ AC ആണ്.
എന്നെ അത്ഭുതപ്പെടുത്തി. AC-യുള്ള പള്ളി, AC വർക്ക് ചെയ്യുന്നു. വേനൽക്കാലം അല്ല, ഇത് വർഷക്കാലമാണ്. വലിയ AC-യുടെ ആവശ്യമൊന്നുമില്ല. ഒരു മൂളക്കം കേൾക്കുന്നു. ഞാൻ ഈ മൂളക്കത്തെ ശ്രദ്ധിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, അല്ല, മാത്രമല്ല അങ്ങോട്ട് കടന്നു വരുന്നതിന് ഇങ്ങനെ ചില്ല് ഇങ്ങനെ മാറുകയാണ്. നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോൾ മാറും. വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നിപ്പോൾ സാധാരണ സ്ഥാപനങ്ങളിലേക്ക് അതായി. ഹോസ്പിറ്റലുകളിലും വലിയ തുണിക്കടകളിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ ആ ചില്ല അങ്ങോട്ട് മാറും. അങ്ങനെ ഉള്ളിലേക്ക് കിടക്കാം. ആ സൗകര്യമൊക്കെ ആക്കിയിരിക്കുന്നു, AC ആക്കിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യനിപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകുന്നത് പോലെ വരാൻ പോകുന്ന ഒരു സ്ഥലമായി, പറ്റുന്ന സ്ഥലമായി പള്ളി. സുഖമായി ഇരിപ്പിടം, മുട്ടുകുത്തൊന്നും വേണ്ട, ഇരിക്കൊന്നും വേണ്ട, നിറയെ സുഖമായ ഇരിപ്പിടങ്ങൾ. ആ ഇരിപ്പിടങ്ങളിൽ നമ്മൾ സന്തോഷമായിട്ട് അച്ഛൻ പറയുന്ന വേണ്ടാത്തരങ്ങളൊക്കെ കേട്ട് AC-യിൽ തണുത്ത് ഉറങ്ങി ഇരിക്കാം. വേനൽക്കാലത്ത് വിശ്രമിക്കാൻ പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിന്ന് പള്ളി, അല്ലേ? ഇതൊക്കെ സമൂഹത്തിൻ്റെ മാന്യതയോർത്ത് സമൂഹം കല്ലെറിയുമെന്ന് പേടിച്ചിട്ടാണ് നമ്മളൊക്കെ പള്ളിയിലും ദൈവത്തിലുമൊക്കെ ചെന്നു വരുന്നത്. നമുക്ക് ചങ്കൂറ്റമില്ല, നമുക്ക് വ്യക്തിത്വമില്ല, നമുക്ക് നമ്മുടേതായ അഭിപ്രായമില്ല. നമ്മൾ നരകതുല്യമായി ജീവിക്കുന്നു. അതെ, നമ്മൾ നരകതുല്യമായി ജീവിക്കുന്നു. സമൂഹത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നു. എനിക്ക് സമൂഹത്തെ പ്രീതിപ്പെടുത്തേണ്ട ഒരു പരിപാടിയുമില്ല. ഞാൻ എൻ്റെ സക്സസ് ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഈ ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ട്. 500 സ്ത്രീകളുമായി ഞാൻ ലൈംഗിക വേർച്ചയിലേർപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണ്. സത്യത്തിൽ അത് അതിലും കൂടുകയുള്ളൂ. ഞാൻ എഴുതി വെക്കാത്തത് കൊണ്ട് 500 എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് എൻ്റെ ചങ്കൂറ്റമാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെൻ്റെ ചങ്കൂറ്റമാണ്, അല്ലാതെ എൻ്റെ ഒരു മണ്ടത്തരമല്ല. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ മെക്കിട്ട് വന്നു, തല്ലാൻ വന്നു. നിന്നെ ഇനി ഞങ്ങളാരും എൻ്റെ വീടുകളിലേക്ക് കയറ്റില്ല, എൻ്റെ ബന്ധുക്കൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറയും. അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്, അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ ഒരു മൈലും ചെയ്യാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിച്ചു. മനസ്സിലായോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. ഞാൻ കുറേശ്ശെയായി എനിക്ക് പറയാനുള്ളത് പറയും, കേൾവിക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതാണ് എൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറല്ല, കൃത്യം 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു. പല വിഷയങ്ങളും സംസാരിച്ചു. എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് രാഷ്ട്രീയപരമായ വിഷയങ്ങൾ സംസാരിച്ചു. ഹെൽമെറ്റിൻ്റെ വിഷയം സംസാരിച്ചു. അല്ലെങ്കിൽ 20,000 രൂപ ഒരുത്തനെ പിഴ ജയിച്ച അവൻ ധനികനാണെന്ന് തോന്നുന്നു, അവനൊരു വിഷമമില്ല 20,000 രൂപ പോയിട്ട്. മനസ്സിലായോ? എനിക്ക് ഒരു ഭിക്ഷക്കാരന് അടുത്ത ദിവസം ഞാൻ 500 രൂപ പോയിട്ട് ഞാൻ വിഷമിച്ചാൽ നിൽക്കുന്നത്. ഒരു ഭിക്ഷക്കാരന് ഞാൻ 500 രൂപ കൊടുത്തു. അത് സാധാരണ പലരും ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ മുന്നിൽ അങ്ങോട്ട് ഒരു 1000-ൻ്റെ നോട്ട് കൊടുക്കും, 1000 രൂപ കൊടുക്കും. എന്നിട്ട് അയാളെ ആളുകൾ കാണാത്ത ഇടത്ത് വരുമ്പോൾ അതിങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കും. അങ്ങനെയാണ് ചെയ്യുക. അതിന് ഞാൻ മെനക്കിട്ടില്ല. 500 രൂപ എൻ്റെ പൊക്കോട്ടെന്ന് വിചാരിച്ചു. മനസ്സിലായോ? കാരണം എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പൈസയ്ക്ക്. അപ്പോൾ 500 രൂപ പോട്ടെ. മനസ്സിലാവും. അവർ പരീക്ഷണം നടത്തിയതാണ്. ഈ യൂസഫ് അലി വരെ ചെയ്യുന്ന വേഷം കെട്ടെന്താണെന്ന് തിരിച്ചറിയിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയൊരു പരീക്ഷണമാണ് ആ പാവപ്പെട്ട മനുഷ്യന്, ആ യാചകന് 500 രൂപ കൊടുത്തത്. എല്ലാവരും അഭിനയിക്കുകയാണ് ഇവിടെ. എല്ലാ മനുഷ്യരും അഭിനയിക്കുകയാണ്. ഒരു മനുഷ്യന് നല്ലതില്ല. ഞാൻ ചിന്തിക്കുന്നുണ്ട്, നല്ല മനുഷ്യരുണ്ടോ എന്നാണ് ഞാൻ തിരയുന്നത്. ഞാൻ സൈക്കിളിൽ പോകുമ്പോഴും ഞാൻ ബുള്ളറ്റിൽ പോകുമ്പോഴും, ഇപ്പം എനിക്ക് കാറില്ല, കാറ് ഞാൻ വിറ്റു. ബുള്ളറ്റിൽ പോകുമ്പോഴും ഒക്കെ ഞാൻ നടക്കുമ്പോഴും ഒക്കെ തിരയുകയാണ്, നല്ല മനുഷ്യനുണ്ടോ. ഒരു നല്ല മനുഷ്യനെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ അയൽവാസി, ഒരു സേമു എന്ന് പറയുന്ന അയൽവാസി, അയാൾ പ്രൊട്ടസ്റ്റൻ്റാണ്. അയാളൊരു നല്ല മനുഷ്യനായി എനിക്ക് തോന്നിയില്ല. എൻ്റെ വില്ലയിൽ 10-12 വീടുകളുണ്ട്. അവരെ ആരും എനിക്ക് നല്ല മനുഷ്യരായി തോന്നിയില്ല. എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള ആളുകൾ പോലും, എൻ്റെ കൂടെ പഠിച്ചവർ പോലും നല്ല മനുഷ്യരായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്, ഞാൻ നല്ല മനുഷ്യനാണ്. നിങ്ങൾക്കിത് വിരോധാഭാസമായി തോന്നാം. ഞാൻ നല്ല മനുഷ്യനാണെന്ന് പറയുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ നല്ല മനുഷ്യനല്ലെന്ന്. അതെ, ഈ അഭിപ്രായം വളരെ വലിയ വിരോധാഭാസമാണ്. ഞാൻ നല്ല മനുഷ്യനാണ്, നിങ്ങൾ നല്ല മനുഷ്യനല്ല. എന്താ, എനിക്കങ്ങനെ തോന്നിക്കൂടെ? എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് കരുതി എനിക്ക് നിങ്ങളോട് പുച്ഛമില്ല, നിങ്ങളുടെ എതിരഭിപ്രായമില്ല. നിങ്ങൾ നല്ല മനുഷ്യനാവുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളതിന് പരിശ്രമിക്കുക. പക്ഷേ ഞാൻ അവകാശപ്പെടുന്നു, ഞാൻ നല്ല മനുഷ്യനാണ്. ഞാൻ ശുദ്ധനായ മനുഷ്യനാണ്. എനിക്ക് മതമില്ല, ദൈവമില്ല, വർഗമില്ല, വർണ്ണമില്ല, ജാതിയില്ല. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ നല്ല മനുഷ്യനാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നല്ല മനുഷ്യനാണ്.
ഞാൻ ശുദ്ധനായ മനുഷ്യനാണ്. അത് തെളിയിക്കുകയും അത് തെളിയിക്കുക എന്നൊന്നും എൻ്റെ ലക്ഷ്യമല്ല. പക്ഷേ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇനിയും ലൈവിൽ വരും. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ലൈവിൽ വരും. അതിനൊരു സമയവും നിശ്ചയിക്കുന്നില്ല. എൻ്റെ മനസ്സാഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ ലൈവിൽ വരും. അതാണ് എൻ്റെ പരിപാടി, അതാണ് എൻ്റെ നിശ്ചയം. ഇനി സമയമില്ല. ഈ 7 മണിക്ക് വരിക എന്നുള്ളത് വരും, അതുകൂടാതെയും വരും. എനിക്ക് എപ്പോൾ വേണമെന്ന് തോന്നുന്നുവോ, ലൈവിൽ വരണമെന്ന് തോന്നുന്നുവോ, അപ്പോഴൊക്കെ ഞാൻ ലൈവിൽ വരും. ആരും കാണാനുണ്ടായില്ലെങ്കിലും. ഇപ്പോൾ ഇത് 2 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്ന ഒരു സന്തോഷത്തോടെ ഞാൻ ഈ ലൈവ് നിർത്തുന്നു.